ആരാധിക്കും യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും യേശുവേ, അങ്ങേ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഓ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ വാതിൽ തുറക്കാം യേശുവേ വാ ജീവനായനായ ഉള്ളത്തിൽ യേശുവേ വാ ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ വാ ജീവനാഥനാമൻ ഉണർത്തും യേശുവേ വാ എന്റെ സകലേ നിങ്ങൾ അഭയം ചൊല്ലും നീ എൻ കർത്താവേ നീ മാത്രമാശ്രയം എന്റെ സകലേ നിങ്ങൾ അഭയം ചൊല്ലും നീ എൻ കർത്താവേ നീ മാത്രമാശ്രയം ഹൃദയത്തോട് കർത്താവിൻ്റെ ആത്മാവ് ഈ ആഴ്ച മുഴുവനും പ്രത്യക്ഷപ്പെടപ്പെട്ട ഒരു ദൈവശബ്ദമാണ് നാം ഒന്നിച്ച് രാത്രി ചിന്തിക്കാൻ പോകുന്നത്. We are going to think about something that the Lord has been speaking to me over this last week. റോമലേഖനം 4-ാം അധ്യായത്തിലേക്ക് വന്നാൽ Can we turn to the book of Romans chapter number 4? 17-ാം വാക്യം വളരെ സുപരിചിതമായ വേദഭാഗമാണ്. ഒത്തിരി തവണകൾ ഞാൻ ഇതിനകത്ത് ഈ ഭാഗം ഉദ്ധരിച്ചുള്ള വേദഭാഗമാണ്. റോമലേഖനം 4-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ. ആമേൻ. I have made you father of many nations in the sight of him in whom he believed, that is God who gives life to death and calls into being that which does not exist. മലയാളത്തിൽ വായിക്കാമോ? മരിച്ചവരെ ജീവിപ്പിക്കുകയും, ഈ വാക്യം എല്ലാവരും ചേർന്ന് പറഞ്ഞേ, മരിച്ചവരെ. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മരിച്ചവരെ അവൻ ജീവിപ്പിക്കും. The speciality of our God that he brings the dead to life. ഇന്ന് രാത്രി പ്രാരംഭ നിമിഷം ദൂത് പറയാം, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മരിച്ചതാണെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാണ്, കർത്താവ് നിന്നെ ജീവിപ്പിക്കുമെന്ന്. I want to tell you now that if you are facing any dead situation in your life, God is bringing those back to life. നിന്റെ സാഹചര്യം പ്രതീക്ഷയില്ലാത്തതാണെങ്കിൽ കർത്താവിനോട് ഇടപെടാൻ ഇന്ന് രാത്രി ദൈവശബ്ദമുണ്ട്. ഹല്ലേലൂയ. നിന്റെ സാഹചര്യത്തിന്റെ അകത്ത് ദൈവശക്തി ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നിന്റെ ജീവിതം അനുഗ്രഹമായി മാറും. Even if your situation has no hope, the Lord is telling you tonight that as you declare the word of God, that situation is coming back to life. ഇത് ഞാൻ പറഞ്ഞല്ല, വചനം പറഞ്ഞല്ല. മരിച്ചവരെ ജീവിപ്പിക്കുകയും, The Bible says he brings the dead back to life. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ, He calls those things which be not as though they were.
നിങ്ങൾ ഈ വചനം ഒരിക്കലും മറക്കരുത്. You must never forget this. ഇന്ന് രാത്രി വചനത്തിനകത്ത് ഭയങ്കര പവറുണ്ട്. Tonight the word of God has so much power. ഈ റോമാലേഖനം 4-ാം അധ്യായം ഭയങ്കര പവർഫുൾ ആയിട്ടൊരു അധ്യായമാണ്. The chapter of Romans, chapter number 4, is a very powerful chapter. ഒരു പ്രതീക്ഷയില്ലാത്ത ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെട്ട അധ്യായമാണ്. It is a chapter where there was no hope. The hand of God moved and revealed his power. പെൻഡിംഗ് ആയി കിടന്ന വാഗ്ദത്തങ്ങൾ ചലിച്ച അധ്യായമാണ്. Every pending promise came to life in this chapter. എന്നോട് കർത്താവ് ആവർത്തിച്ച് ഞാൻ കേട്ട ദൈവശബ്ദമുണ്ട്, അസാധ്യമായി കിടക്കുന്ന വിഷയങ്ങൾ സാധ്യമാകും. ഇന്ന് രാത്രി ചില അസാധ്യമായി കിടക്കുന്ന വിഷയത്തെ ദൈവാത്മാവ് ചലിപ്പിക്കാൻ പോകുകയാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. The voice of the Lord told me that every dead situation is coming back to life, and the things that were impossible are becoming possible for ഇന്ന് you. രാത്രി എത്ര പേരെ കേട്ടെന്ന് എനിക്കറിയത്തില്ല. ഒന്നുകൂടെ ഞാൻ പദം പറയുക, നമ്മുടെ ജീവിതത്തിനകത്ത് നാം അഭിമുഖീകരിക്കുന്ന അസാധ്യമായി കിടക്കുന്ന, ഇമ്പോസിബിൾ ആയി കിടക്കുന്ന സാഹചര്യങ്ങളെ ദൈവാത്മാവ് ഇന്ന് രാത്രി ജീവിപ്പിക്കാൻ പോകുകയാണ്. Every impossible situation in your life, God is bringing those to life. മരിച്ചവരെ ഇന്ന് രാത്രി ഞാൻ ഈ വചനം പറയുമ്പോൾ നമ്മുടെ ആദരത്തിന്റെ അകത്ത് ഈ വചനം കാണണം. As I'm saying this, we must confess these scriptures. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി ആമേൻ താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. വായിച്ചാട്ടെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. നമുക്കറിയാവുന്ന ഒരു വേദഭാഗമാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അവൻ അബ്രഹാമിന്റെ ചരിത്രത്തിന്റെ അകത്തുനിന്ന് ഒരു ഭാഗം അടർത്തി വെച്ച് സ്തോത്രം പരിശുദ്ധാത്മാവിൽ പൗലോസ് ഒരു കാര്യം തെളിയിക്കുകയാണ്. As the apostle Paul is writing the book of Romans, he's taking a portion out of the story of Abraham and he's putting it here to show us this. 4-ാം അധ്യായത്തിന്റെ അകത്ത് ക്രിസ്തുവിൽ നമുക്ക് സൗജന്യമായി ലഭ്യമാകുന്ന നീതീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. In chapter 4 he's talking about the righteousness that was imputed to us by Jesus. അതിന്റെ അകത്താണ് അബ്രഹാമിന്റെ ചരിത്രത്തെ പരിശുദ്ധാത്മാവിൽ പൗലോസ് വെച്ചിരിക്കുന്നത്. It was within that Paul is now taking the story of Abraham and telling us about this. ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ആവർത്തിച്ച് കേട്ട പദം ഇതാണ്, ഇംപോസിബിൾ സിറ്റുവേഷൻസ് പോസിബിൾ ആയി മാറും. The voice of God that I kept hearing is that impossible situations are becoming possible. ഇന്ന് രാത്രി നീ എല്ലാം മറന്നുപോയാൽ ഈ ഒരു പദം ഹൃദയത്തിനകത്ത് എഴുതി വെച്ചിരിക്കണം. എവറി ഇംപോസിബിൾ സിറ്റുവേഷൻ യു ആർ ഫേസിംഗ് റൈറ്റ് നൗ. ആമേൻ. ഇന്ന് രാത്രി ആരാധനയ്ക്കകത്ത് ഹല്ലേലൂയ ഈ പറഞ്ഞ വാക്കുകൾ എൻ്റെ വചനമല്ല, ഇത് കർത്താവിന്റെ വചനമാകയാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് തുറക്കുന്ന ദൈവത്തിന്റെ വചനത്തെ നിവർത്തിക്കാൻ കർത്താവിന്റെ ദൂതന്മാർ ഇന്ന് രാത്രി ഇതിനകത്ത് തുറങ്ങി നിൽപ്പുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ let me repeat that statement one more time. Every impossible situations you are going through tonight will become possible by the power of the Holy Spirit. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ അത് പോസിബിൾ ആയി മാറും. Amen. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ അകത്ത് ഇമ്പോസിബിൾ സിറ്റുവേഷൻ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. We face so many impossible situations in our lives. ഞങ്ങളുടെ ലൈഫിന്റെ അകത്ത് ഒത്തിരി ഇമ്പോസിബിൾ സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. We face so many impossible situations in our life. ദൈവം പലതിന്റെ അകത്ത് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, വാഗ്ദത്തം പറഞ്ഞു, പക്ഷേ 100 വയസ്സായി. God had promised Abraham this promise, but he was 100 years old. അബ്രഹാമിനെ കൊണ്ട് ഒക്കുന്നത് പോലെ അബ്രഹാം മാക്സിമം തന്നെ കൊണ്ട് ഒക്കുന്നത് പോലെ ശ്രമിച്ചു, പക്ഷേ ഹല്ലേലൂയ വാഗ്ദത്തം നിവൃത്തിയാകുന്നില്ല. Abraham had done everything in his power to bring this promise to fruition and it was not coming. നോക്കിയേ, 100 വയസ്സായ അബ്രഹാമിന് Abraham is now 100 years old. ശരീരം നിർജീവമായി. His body is now dead. സാറയുടെ ഗർഭപാത്രം മരിച്ചതിന് തുല്യമായി. The womb of Sarah is now counted as dead. ഇതാ സാഹചര്യം. This was the situation. ഇനിയും പറഞ്ഞൊരു പദം ശ്രദ്ധിച്ചോണേ. Promises of God will be fulfilled in certain conditions.
ചില കണ്ടീഷൻസിന്റെ അകത്തു മാത്രമേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകത്തുള്ളൂ. The promises of God can only come to fruition in certain circumstances. നോക്കേ, ദൈവിക വാഗ്ദത്തം നമ്മുടെ എഫോർട്ടിൽ അല്ല നിറവേറുന്നത്. The promises of God do not come to fruition with our own works. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ അവൻ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കില്ല ദൈവം പറയുന്നത്. God will not tell you something that you are capable of or you can do with your own skill. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം അബ്രഹാമിന്റെ സ്വന്തം സ്ട്രെങ്തിൽ പ്രാപിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. What God told Abraham was not something that Abraham could have done with his own power. ദൈവം അവന്റെ ജീവിതത്തിനകത്ത് തെളിയിച്ചു. And God revealed that to him in his life. വാഗ്ദത്തം നിറവേറി. But the promise of God was fulfilled. എപ്പോഴാണെന്നറിയാമോ? Do you know when this When was? certain conditions was fulfilled. Amen. ഹല്ലേലൂയ. ചില കണ്ടീഷൻസിന്റെ അകത്ത് മാത്രമാണ് ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറുന്നത്. It is only in some certain conditions where the promises of God are fulfilled in your ഒന്ന് life. വായിച്ചേ, അതിന്റെ 14 വാക്യം വായിച്ചാട്ടെ. Let's read verse 14. If those എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണമില്ലാത്ത ഇടത്ത് ലംഘനവുമില്ല. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടത്. അത് ഇനിയും പദം ശ്രദ്ധിച്ചോണേ. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. ശ്രദ്ധിച്ചോണേ, ഞാൻ എന്റെ ബൈബിളിൽ വായിക്കാം. Therefore inheriting the promise depends entirely on faith. ശ്രദ്ധിച്ചോണം. അപ്പൊ അത് ശ്രദ്ധിച്ചേ. Inheriting the promises of God depends entirely on faith. വിശ്വാസത്താൽ മാത്രമേ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കാൻ ഒക്കത്തുള്ളൂ. We can only receive the promises of God by faith. നമുക്ക് നമ്മുടെ എഫോർട്ടിലെല്ലാം ചെയ്യാം. We can do everything in our own efforts. പക്ഷെ വാഗ്ദത്തം നിറവേറും തോന്നില്ല. But I don't think those promises will be അത് fulfilled. നിറവേറണമെങ്കിൽ നീ വിശ്വസിച്ചേ മതിയാകൂ. For those promises to be fulfilled, you must believe. ഈ കണ്ടീഷന്റെ അകത്തായിരിക്കും ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തം നിവൃത്തിയാകുന്നത്. It is within these conditions that the promises of God upon your life will be fulfilled. അബ്രഹാമിനെ കൊണ്ട് ഒക്കുന്നതൊക്കെ 100 വയസ്സ് വരെ അബ്രഹാം ചെയ്തു. Abraham did everything in his power he could have done until he was 100 പക്ഷെ years old. വാഗ്ദത്തം നിറവേറിയില്ല. But the promise of God was not fulfilled. അബ്രഹാമിന്റെ ശ്രമം ഇശ്മായേലിന് ജനനം കൊടുത്തു. The effort that Abraham put in brought the birth of Ishmael. See, നോക്കേ, അബ്രഹാമിന്റെ സ്വന്തം എഫോർട്ട് അവൻ ജനനം കൊടുത്തതിനെന്നറിയാമോ? വാഗ്ദത്ത തലമുറയ്ക്കല്ല, ഇശ്മായേലിന് ജനനം കൊടുത്തത്. എന്നാൽ അബ്രഹാം വിശ്വസിക്കാൻ തയ്യാറായി. അബ്രഹാം സ്വന്തം എഫോർട്ട് നിർത്തി ദൈവത്തിൽ വാഗ്ദത്തം ചെയ്തവനിൽ വിശ്വസിക്കാൻ തയ്യാറായി. അവിടെ വാക്യമാണ്, വാഗ്ദത്തം നിവൃത്തിയായി. Although Abraham put in all of his efforts in, he brought about the birth of Ishmael. But when Abraham started relying on God, his promise was fulfilled. നോക്കി, അവിടെ പറഞ്ഞ പദം ശ്രദ്ധിച്ചോണമേ. ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും. Notice here that every promise of God, ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഒരു പദം കൂടെ ചേർക്കുക. ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും every blessing from God is only by grace. Amen. കൃപയാൽ പ്രാപിക്കാൻ, ദൈവത്തിന്റെ കൃപയ്ക്കകത്ത് ഇത് പ്രാപിക്കാനൊക്കത്തുള്ളൂ. You can only receive this by the grace of God. അതുകൊണ്ട് വായിക്കുന്നത്, അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന്. That is why it says that grace might be the end of the promise. അത് എൻ്റെ ബൈബിളിൽ പറയുന്നത്, in order that it may be given as an act of grace. ഇത് വിശ്വാസത്താലേ ഒക്കത്തുള്ളൂ. This will only come about by faith. ഇന്ന് രാത്രി നമ്മുടെ അകത്ത് വിശ്വാസം ചലിച്ചു തുടങ്ങണം. Tonight may that faith within us be stirred. ദൈവം ഒരു കാര്യം പറഞ്ഞ മറന്നു പോകല്ലേ. ഹല്ലേലൂയ. കർത്താവ് നിവർത്തിപ്പാൻ ശക്തൻ തന്നെ. When God tells you something, do not forget it, because God is faithful to ഇന്ന് fulfill രാത്രി നാം that. വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെക്കാൻ ഇതിനകത്ത് തയ്യാറാകണം. But you must be ready to take a step by faith. ചിലതിന് ജീവൻ പ്രാപിക്കാൻ പോകുകയാണ്. Some things are receiving ഇന്ന് life. രാത്രി ഹല്ലേലൂയ, ചിലത് ചലിക്കുന്ന രാത്രിയെ ദൈവം ഇതിനകത്ത് മാറ്റാൻ പോവുകയാണ്. God is turning some situations so that they ഞാൻ ആവർത്തിച്ച് കേട്ട ദൈവശബ്ദം ഇന്ന് രാത്രി ഇതിനകത്ത് ഒന്നുകൂടെ വിളിച്ചു പറയുക. Every impossible situations we are going through, every impossible situations we have seen in past years is going to become possible in your life in the mighty name of Jesus. നിന്റെ എൻ്റെ ജീവിതത്തിന്റെ അകത്ത് അസാധ്യമാണെന്ന് നിന്റെ ബുദ്ധി പറഞ്ഞത്, നിന്റെ സാഹചര്യം നിന്നെ നോക്കി പറഞ്ഞത്, അവൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സാധ്യമാകാൻ പോകുകയാണ്.
അതുമേ ദൈവത്തിന്റെ ജീവൻ ചലിക്കാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ബാരൻനെസ് കുടുംബങ്ങളെ വിട്ടുന്ന രാത്രി മാറട്ടെ. തകർച്ചകൾ കുടുംബങ്ങളെ വിട്ടുന്ന രാത്രി മാറട്ടെ. നിനക്ക് ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ അവൻ നിന്നെ പുറകോട്ട് വലിക്കുന്നത് ഇന്ന് രാത്രി നിന്നെ വിട്ട് മാറുന്ന രാത്രിയായി മാറട്ടെ. May this night be a night where everything that is pulling you back be removed from your life. ഇന്ന് രാത്രി ചിലത് മാറും. Tonight something. ഈ വചനത്തിന് ഇന്ന് രാത്രി ശക്തിയുണ്ട്. This verse has a power. ഓ റബാന ശാന്തൽ കമാൻ. ഇന്ന് രാത്രി ദൈവ ശബ്ദം കേൾക്കുമ്പോൾ നീ ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ഇന്ന് രാത്രി ദൂത് നീ സ്വീകരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില കുടുംബങ്ങൾ ഈ വർഷം തീരുന്നതിന് മുമ്പ് ഈ ദൈവവചനത്തിന്റെ റിസൾട്ടുകൾ കാണും. The Lord is telling me that some families will see the fulfillment of this scripture before the ഇന്ന് end of രാത്രി this ഞാൻ year. ആ പദം ഒന്നുകൂടെ പറയുകയാണ്. ഈ വർഷം തീരുന്നതിന് മുമ്പ് ഹല്ലേലൂയ ചില കുടുംബങ്ങൾ ഈ വചനത്തിന്റെ റിസൾട്ടുകൾ കാണും. I will say it again that before the end of this year some families will see the fulfillment of this scripture. ഈ മാസത്തിന്റെ പ്രാരംഭം ഞാൻ കേട്ട ദൈവശബ്ദമുണ്ട്. There is a voice of God that I heard at the beginning of this ഈ month. മാസം ടെസ്റ്റിമണികളുടെ This മാസമായിരിക്കും. month will be the month of testimonies. ഓ റമന ശൈദൽ കമാനിയാധര പ്രബാല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ ഇതൊക്കെ വിശ്വാസത്താൽ മാത്രമേ നടക്കത്തുള്ളൂ. These things will only happen by faith. രാമേ പറഞ്ഞേ. Can we say amen? ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് കൊച്ചു കുഞ്ഞു പറഞ്ഞാൽ നീ ചാടി പിടിച്ചോണം. If God has said something, even if it is through a child, you must receive നീ it. സ്വീകരിക്കുന്ന വചനത്തിന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. The word of God that you receive will see the power of God. നമുക്ക് ഈ വചനം ഒന്ന് ധ്യാനിച്ചു പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 17 വാക്യം വായിച്ചാൽ I have made you father of many nations. ഇത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ഒരു വാഗ്ദത്തമാണ്. This is something that the Lord told Abraham. നോക്കിയേ, I have made you father of Many nations. many nations. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായം 5 വാക്യം ഒന്ന് വായിക്കാമെങ്കിലൂടെ കാണാൻ കഴിയും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ പദം എന്താണ്? I have made. It's a past tense. In the book of Genesis chapter 17 verse 5, the Lord tells to Abraham that I have made you the father of many generations. That is in past tense. നോക്കിയേ, ശ്രദ്ധിക്കണേ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക്. The Bible says, for I have already made you a father of many nations. It's in past tense. ഈ റോമാലേഖനം 4 അധ്യായം 2 വാഗ്ദത്തങ്ങളെ പരിശുദ്ധാത്മാവിൽ പൗലോസ് അവൻ ഓർപ്പിക്കുന്നുണ്ട്. By the Spirit of God, Paul reveals 2 promises of God in Romans chapter 4. അതിലൊന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ഒരു പദമാണ്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്നോ ആക്കാൻ സാധ്യതയുണ്ടെന്നോ അല്ല, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കുന്നു. One of them is that I have made you the father of many nations, and not that I will make you. He says, I have already made you a father of many nations. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ, അത് വിശ്വാസത്താൽ സ്വീകരിച്ചാൽ മതി. Even if he says that I will make you the father of many nations, he just has to receive it by faith. നമ്മുടെ പ്രശ്നം എന്നാൽ പലപ്പോഴും നമ്മൾ ബുദ്ധി കൊണ്ട് ഹല്ലേലൂയ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. But our problem is that we try to use wisdom to calculate it നമ്മുടെ ourselves. ബുദ്ധി പ്രവർത്തിക്കുന്നിടത്തോളം കാലം ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. Whenever it is our wisdom that is moving, the Spirit of God cannot work in that situation. പലപ്പോഴും എന്തുകൊണ്ട് നമുക്ക് അത്ഭുതം കാണാൻ കഴിയാത്തെന്ന് അറിയാമോ? നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നതുകൊണ്ട് അധികം. Many times we don't see miracles because it is our brain that is working. യേശു ഒരു രാത്രി ഗലീല കടൽ മീതെ നടന്നു വരികയാണ്. One time Jesus is walking on the Sea of Galilee. പത്രോസ് ഹല്ലേലൂയ യേശു വരുന്നത് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞ പദമുണ്ട്, ഭൂതം വരുന്നു. Peter sees Jesus walking and he says there's a ghost that is walking toward us. ശരിക്കും ആരാ വരുന്നത്? കർത്താവ് വരികയാ. And in reality it was Jesus that was walking എന്നാൽ toward us. കർത്താവാണ് തിരിച്ചറിഞ്ഞപ്പോ പത്രോസ് ഒരു കാര്യമുണ്ട്, നീ വെള്ളത്തിൽ മീതെ നടന്നതുപോലെ ഹല്ലേലൂയ ഞാനും കൂടെ വെള്ളത്തിൽ ഇറങ്ങി നടക്കേണ്ടതിന് നീ ഒരു വാക്ക് കൽപ്പിക്കണം. And when Peter realized that it was not a ghost and that it was Jesus, he said to him that if you can walk on this water, also call me out to walk on this water. കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചു, പത്രോസ് വെള്ളത്തിൽ മീതെ നടക്കാൻ തുടങ്ങി. Jesus declared one word and Peter started to walk upon the water. എങ്ങനെ പത്രോസ് വെള്ളത്തിൽ മീതെ നടന്നത്? കർത്താവ് പുറപ്പെടുവിച്ച, കർത്താവ് ആമേ പറഞ്ഞ വാക്കിന്മേൽ പത്രോസ് നടക്കാൻ തുടങ്ങി. Peter started to walk on this water by the word of Jesus. എന്നാൽ അടുത്ത നിമിഷം But in the next moment, പത്രോസ് സാഹചര്യം പറഞ്ഞ ഹല്ലേലൂയ കടലിന്റെ ഇളക്കം കൊടുത്ത ശബ്ദം തന്നെ അകത്തു കയറി, അപ്പോൾ വെള്ളത്തിൽ മുങ്ങി. the voice of the torment of the waves entered Peter and he started to sink. ദൈവം പറഞ്ഞൊരു കാര്യം നടക്കണമെങ്കിൽ ഹല്ലേലൂയ നിവൃത്തിയാകണമെന്ന് വിശ്വസിച്ചോകത്തുള്ളൂ. If the promise of God upon your life must be fulfilled, you must only believe. അബ്രഹാമിനോട് ദൈവം എന്നാ പറഞ്ഞത്? What did God tell Abraham? ഞാൻ നിന്നെ ബഹുജാതികൾക്ക് I will make you the father of many nations. പിതാവാക്കി
ഇരിക്കുകയാൽ I have made you the father of many nations. അബ്രഹാമേ നീ ഇതാ. Abraham, this is what you are. ഇതങ്ങ് വിശ്വസിക്കേണ്ടതിന് പകരം Instead of believing this, അബ്രഹാം അത് നിവർത്തിയാകാൻ സ്വന്തം പ്രവൃത്തിയിലേക്ക് പോയി. Abraham started putting his own effort in to bring that promise to fulfillment. ഇന്ന് രാത്രി നമ്മുടെ എഫോർട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവം പറഞ്ഞ പൊസിഷനിലോടൊന്ന് കയറി നിൽക്കുന്ന നീ അത്ഭുതം കാണും. Tonight, if you can set aside your own wisdom and your own efforts and you trust on God, and you trust in God, your promises of God upon your life will be fulfilled. നമ്മുടെ കഴിവിലല്ല ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാകുന്നത്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാഗ്ദത്തം ഹല്ലേലൂയ നിവർത്തിയാകണമെങ്കിൽ നീ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് മാത്രം വെച്ചാൽ മതി. It is not by your own efforts that the promises of God will be fulfilled, but if you can have faith in God. നിങ്ങൾ ആ വാക്യം താഴ്ന്നു വായിച്ചേ. I have made you father of many nations in the sight of him in whom he believed. That is God who gives life to dead and calls into being which does not exist. അബ്രഹാം നീണ്ട 100 വർഷം തന്റെ എഫോർട്ടൊക്കെ നോക്കി അവസാനം അബ്രഹാം ഒരു കാര്യം മനസ്സിലാക്കി. എൻ്റെ കഴിവ് നടക്കുകയില്ല, എൻ്റെ ശരീരം നിർജീവമായി, സാറയുടെ ഗർഭപാത്രം നിർജീവമായി പോയി. Throughout his 100 years, Abraham put every effort in to bring the promise of God to fulfillment. But then at the end, he realized that it would not be by my efforts and Sarah's efforts, but we have to rely on God. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ദൂതൻ വന്ന അബ്രഹാമിനോട് വാഗ്ദത്തം കൈമാറുമ്പോൾ അബ്രഹാം ചിരിച്ചു വന്ന വായിക്കുന്നത്. The Bible says in the book of Genesis that when the angels told Abraham these promises, the Bible says that Abraham laughed. അബ്രഹാം ചിരിച്ചു. നടക്കുന്ന കാര്യമാണോ? Abraham laughed because it is an impossible thing. ഹല്ലേലൂയ. നോക്കിയേ, ദൈവം വാഗ്ദത്തം പറഞ്ഞത് അബ്രഹാം ചിരിച്ചുവെങ്കിലും ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അബ്രഹാം വിശ്വസിക്കാൻ തയ്യാറായി. The Bible says that although Abraham laughed and he did not believe what God had told him, he still had faith. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചൊരു പദം അവിടെ കൊടുത്തിരിക്കുന്നത് മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ. The Bible tells us what Abraham believed, that God is a God that quickens the dead and calls those things which be not as though they were. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. Are you with me? Can we pay attention? അബ്രഹാമിന് ഒരു കാര്യം അവസാനം മനസ്സിലായി. എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത അവൻ മരിച്ചതിനെ ജീവിപ്പിക്കും. Abraham realized something at the end, that the speciality of my God is that he brings the dead things to life. ഇല്ലാത്തതാണോ അവൻ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. He calls everything that which is not, he calls those things into existence. ഇന്ന് രാത്രി എത്ര പേര് ഇതിന്റെ അകത്ത് കുറഞ്ഞ പക്ഷം അതെങ്കിലും നാം വിശ്വസിക്കണം. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഇന്ന് രാത്രി നമ്മുടെ അകത്ത് ഒരു ബോധ്യം ഉണ്ടാകണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ മരിച്ചതിനെ ജീവിപ്പിക്കുമെന്ന് ഇല്ലാത്തത് ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. How many of you believe that the speciality of our God is that he brings the things that are dead to life? 18 വാക്യം ശ്രദ്ധിച്ചേ. In hope against hope Abraham believed that he would become father of many nations. അവസാനം അബ്രഹാം ഒരു കൺക്ലൂഷൻ എത്തി. In hope. Abraham reached a conclusion that he would only be able to do it in hope. Against hope I will become the father of many nations. Okay, അബ്രഹാമിന്റെ സ്റ്റെപ്പ് കണ്ടോ? This was a step that Abraham took. In hope against hope. എല്ലാം അടഞ്ഞിരിക്കുമ്പോഴും Even when every door was closed, അബ്രഹാമിന്റെ അകത്തൊരു വിശ്വാസം കിട്ടി. Abraham still had a faith within him. I will become the father of many nations. Amen. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ കണ്ണടയേണ്ട സമയമായി. If we say it in our native language, we can say that it is almost time for him to die. അബ്രഹാം പറയുകയാണ്, ഇല്ല, ഞാൻ ബഹുജാതികൾക്ക് പിതാവായി. Yet Abraham is still saying that no, I will become the father of many nations. വിശ്വസിച്ചതിനകത്ത് ഈ ആരാധനയ്ക്ക് അത് ഡിക്ലെയർ ചെയ്യാൻ തയ്യാറാകുക. ആമേൻ. ദൈവം അത് നിന്റെ മേൽ ഹല്ലേലൂയ നിവർത്തിയാക്കാൻ നീ പറയുന്ന പദം അത് ടെസ്റ്റ് ചെയ്യാൻ സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അബ്രഹാം പറയാ, ഞാൻ ബഹുജാതികൾക്ക് പിതാവാകും. Abraham started to declare that I will become the father of many nations. നോക്കേ, ആമേൻ. അബ്രഹാം എന്ന് പറയാൻ ഒരു കാര്യമുണ്ട്. എന്റെ ശരീരം നിർജീവമാണ്, എന്റെ ശരീരം മരിച്ചതിന് തുല്യമാണ്. പക്ഷേ എന്റെ ദൈവത്തിന്റെ പ്രത്യേകത മരിച്ചതിനെ അവൻ ജീവിപ്പിക്കും. Abraham realized that my body is dead and that there is nothing that I can do in my power, but my God is a God. ഇല്ലാത്തതാണ് എന്നെ
മുമ്പിൽ ഇല്ല അത്, എന്റെ കരങ്ങൾ അതില്ല അത്, എന്റെ അക്കൗണ്ട് അതില്ല അത്, പക്ഷെ അവൻ അത് വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. Abraham declared that there might be something, there might not be anything that I can do in my effort, but my God is a God that brings dead situations to life. ദൂത് പറയാൻ നിനക്ക് വേണ്ടി അവൻ വിളിച്ചു വരുത്തി തരും. God will cause some things that are dead to your നിന്റെ life. ലൈഫിൽ ഇന്നില്ലാതെ പക്ഷെ അവൻ വിളിച്ചു വരുത്തി തരുമെന്ന്. God will call things that you do not have into your life. ചിലതിനെ ദൈവം വിളിച്ചു വരുത്താൻ പോകുകയാണ്. God is about to call some things into your ഇന്ന് life. നീ ഒഴിഞ്ഞ സാഹചര്യമാണ് കാണുന്നത്. Your situation might be empty. ദൈവം നിനക്കത് വിളിച്ചു വരുത്തി തരാൻ പോകുകയാണ്. God is calling those things into your life. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. In the name of Jesus. ഇന്ന് രാത്രി ഹല്ലേലൂയ കണ്ടീഷൻ ഉണ്ട്, നീ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. If you can believe by the word of God, it will only happen if you believe. അബ്രഹാം പറയുക സാധ്യതയില്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എന്റെ ദൈവം ജീവിപ്പിക്കും. Abraham knew one thing, that my God brings dead things to life. ഇതിനകത്ത് വാഗ്ദത്തമുള്ളവർ ഇന്ന് രാത്രി ദൈവശബ്ദത്തോട് പ്രതികരിച്ചു. Tonight, if you have a promise of God upon your life, you must respond to this. ഈ ദൈവം ഒരു കാര്യം പറഞ്ഞ ഒരു പ്രത്യേകതയുണ്ട്. If God says something, there is a speciality in it. Every way enemy will attack that. Amen. നടക്കത്തില്ലെന്ന് നീ പോലും ചിന്തിക്കുന്ന ഒത്തിരി സാഹചര്യം നീ കാണേണ്ടി There വരും. will be so many times where you even think that it will not come to happen. പക്ഷെ നീ അതിനകത്ത് പറയണം, ഇല്ല നടക്കുമെന്ന് But പറയണം. even in the midst of that, you must say that it will come to place. In hope against hope. In hope against hope. ഹല്ലേലൂയ. ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിച്ചു. The Bible says Abraham in hope believed against hope. നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ അബ്രഹാം സ്തോത്രം നെക്സ്റ്റിലോ മത്ലാനിലൊക്കെ പോയി ഒരു കുഞ്ഞിന് വേണ്ട ഡ്രസ്സൊക്കെ വാങ്ങിച്ച്. If we say it in today's language, we can say that he went to the next shop to buy something for the baby to wear. ആ ഡ്രസ്സിനെ നോക്കി അബ്രഹാം പ്രവചിക്കാൻ തുടങ്ങി. And he started to prophesy looking at those clothes. ഇന്നത്തെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. I'm speaking in today's language. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ ഭാഷയിൽ മനസ്സിലാകുന്നുണ്ടോ? Do you understand this? അബ്രഹാം മേടിച്ചു വെച്ച സാധനം ഇതുപോലെ വിശ്വാസത്തിന്റെ ചില ആക്ടുകൾ നാം ചെയ്യണം. That Abraham looked at those clothes and started to prophesy. We must also do some acts of prophecy like ഞാൻ ഈ വർഷത്തിന്റെ പ്രാരംഭത്തിൽ കർത്താവിനോട് പറഞ്ഞ ഒരു പ്രൊഫറ്റിക്കൽ ആക്ട് ഇതിനകത്ത് എല്ലാവർക്കും പ്രാർത്ഥിച്ചൊരു കീ ഇതിനകത്ത് In the വന്നിട്ടുണ്ട്. beginning of this year, because this year is a year of open doors, I prayed for some keys and I gave it to you all. ഇതിന്റെ അകത്ത് പ്രാർത്ഥിച്ചത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ചോദ്യം, ഇതുപോലെ മണ്ടത്തരം ഞാൻ ആരും കാണിച്ച് കണ്ടിട്ടില്ല. When God told me to do this, I thought that how foolish this thing is. പക്ഷെ ദൈവം പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്തു. But I did it anyway because God had told me to do it. എനിക്കതങ്ങ് ഗുണമായി. And even me, I benefited from it myself. ചില പൊട്ടത്തരങ്ങൾ നാം വിശ്വാസത്താൽ ചെയ്താൽ ദൈവം അതങ്ങ് അംഗീകരിക്കുമെന്ന്. In some situations, if you can do it by faith, God will accept those things. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. In the mighty name of Jesus. ഇതിനകത്ത് വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ ആഗ്രഹിച്ച വിവാഹപ്രായമായവരുണ്ടെങ്കിൽ നീ വിശ്വാസത്താൽ 100 പൗണ്ടിന്റെ ഒരു ഷൂ മേടിച്ച് വെച്ചോണം. Tonight, even if you are, some of you are here and you are the age to be getting married, you should buy some shoes and have that by faith. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? Do you understand this? വിശ്വാസത്തിന്റെ പ്രവൃത്തിയാ. Do it by faith. അബ്രഹാം പറയാ ഞാൻ അപ്പനായിരിക്കും. Abraham is declaring to himself that I will become a father. വാഗ്ദത്തം നിറവേറിയിരിക്കുമെന്ന്. This promise will be fulfilled. കാരണം പറഞ്ഞു ദൈവമാ. Because the one who said it is God. ദൈവം എന്തോ പറഞ്ഞെന്നറിയാമോ? What, do you know what God said? ആകുമെന്നല്ല നീ ആണെന്ന്. God did not tell him that you will become or that you എപ്പം അബ്രഹാമിന്റെ കണ്ണുകൊണ്ട് അത് കാണാൻ തുടങ്ങിയോ ആമേൻ ഹല്ലേലൂയ, അപ്പോൾ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടാൻ തുടങ്ങി. When Abraham started seeing it by faith, that is when the promise came to fulfillment. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? Are you with me? നമുക്ക് ആ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. 18ാം വാക്യം. In hope against hope Abraham believed that he would become a father of many nations, as he had been promised by God. So numberless shall your descendants be. രണ്ടാമത്തെ ഒരു പദം ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ഇവിടെ പൗലോസ് എടുത്തു ധരിച്ചിരിക്കുക. This is the second thing that God spoke to Abraham that Paul is mentioning here. ഇവണ്ണം നിന്റെ തലമുറകളാകും. എങ്ങനാകും? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിനത് കിടപ്പുണ്ട് 5-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 5-ാം വാക്യം വായിച്ചേ. ആ ആ ആ
ഒരിക്കൽ അബ്രഹാം നിരാശയോടിരിക്കുമ്പോൾ ദൈവം അബ്രഹാമിന്റെ കൂടാരത്തിൽ വന്നു. Once when Abraham was sat there upset, God came and visited him by his tent. അബ്രഹാം തലയൊക്കെ കുനിച്ചിട്ടിരിക്കുക. Abraham had his head bowed. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ഒന്ന് ഇറങ്ങി വന്നേ. And God told Abraham, Abraham, come out of your ഒന്ന് tent. തല ഉയർത്തി നീ നോക്ക്. Lift your head up and look at the sky. സ്തോത്രം, ഹല്ലേലൂയ. നീ ആകാശത്തേക്ക് നോക്കുക. നമുക്കറിയാവുന്ന ഒരു ഭാഗം, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. He said, look toward the sky and tell the stars if you are able to count them, and so shall your seed be. നിന്റെ സന്തതി ഇവണ്ണമാകും, ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. He told them that so shall your seed be, like the stars in the sky. കർത്താവ് പറയുമ്പോൾ ചെറിയ കാര്യം പറയത്തില്ല. When God says something to you, He would never say a small thing to you. നോക്കിയേ, ദൈവം പറയുമ്പോൾ ചെറിയ കാര്യമല്ല പറയുന്നത്. രണ്ടുപേരെ തരാമെന്നല്ല ദൈവം പറഞ്ഞു, ഇതുപോലെയാകുമെന്ന്. When God prophesied to him, He did not say that He would only give him 2 children. He said it would be like the stars in the sky. നിനക്ക് നിന്റെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരിക്കും ദൈവം നിന്നോട് പറയുന്നത്. It would be something that your mind cannot comprehend that God prophesies to you. കൃപയാൽ ലഭ്യമാകുന്നത്. Because this we receive it by faith. അടുത്ത വാക്യം, 6-ാം വാക്യം. എന്താ വാക്യം? 6-ാം വാക്യം. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി. നോക്കി, അവൻ യഹോവയിൽ വിശ്വസിച്ചത് അവന് നീതിയായി കണക്കിട്ടു. 19 റോമലേഖനം 4:19 വന്ന്, വിത്തൗട്ട് ബിക്കമിങ് വീക്ക് ഇൻ ഫെയ്ത്ത് ഹി കൺസിഡർഡ്. വായിച്ചേ 19-ാം വാക്യം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. He did not become weak in the faith. നോക്കി, അവിടെ വായിക്കുന്നിങ്ങനെ, വിത്തൗട്ട് becoming weak in faith he considered his own body. ഈ പദം റോമലേഖനത്തിനകത്ത് കൺസിഡർ എന്നുള്ള പദം ഒത്തിരി ആവർത്തിച്ചിട്ടുണ്ട്. This word considered in this chapter in Romans is repeated many times. നോക്കിയേ, what he considered. ശരീരം വീക്കാണ്, നിർജീവമാണ്. he started considering his own body. എന്താ എബ്രഹാം കൺസിഡർ ചെയ്യാൻ തുടങ്ങിയത്? What did Abraham start to consider? നിർജീവത്വമുണ്ട്. ബുദ്ധി പറയുക നിർജീവമാണ്. His mind is telling him that his body is weak. അബ്രഹാം പറയുക, ഇല്ല, ഇത് അവൻ വാഗ്ദത്ത തലമുറ ജനിപ്പിക്കാൻ പര്യാപ്തമാണ്. But Abraham confesses to himself that no, this body will birth the promised child. ഈ കൺസിഡർ എന്നുള്ള പദം പൗലോസ് തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഭാഗമുണ്ട്. റോമലേഖനം 6-ാം അധ്യായത്തിലേക്ക് വന്നേ. Let's come to Romans chapter 6. അതിന്റെ 11-ാം വാക്യം. Even so, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. നോക്കിയേ, കൺസിഡർ എന്നുള്ള പദത്തിന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന നിങ്ങളെ തന്നെ എണ്ണണം. Says you must count yourself. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. നോക്കിയേ, നിങ്ങളെ തന്നെ എണ്ണണം. You must count അബ്രഹാമിന്റെ yourself. ശരീരം നിർജീവമാണ്. The body of Abraham is dead. പക്ഷെ അബ്രഹാം എണ്ണാൻ തുടങ്ങി. Yet Abraham started to count. അബ്രഹാം തന്നോട് തന്നെ പറയാൻ He തുടങ്ങി, started to tell himself ഇല്ലെന്ന് വാഗ്ദത്തം നിവൃത്തിയാകുമെന്ന്. that no, the promise of God will be fulfilled. ഇന്ന് രാത്രി ആരാധനയ്ക്കകത്ത് നീരിക്കുമ്പോൾ നീ നിന്നോട് തന്നെ പ്രവചിക്കാൻ തയ്യാറാകുക. As you are sat here, you must be ready to prophesy to yourself. നമുക്ക് എല്ലാവരോടും പ്രവചിക്കാൻ ഭയങ്കര ശേഷം നമ്മൾ ഇന്ന് രാത്രി അവരവരോട് തന്നെ നീ ഇന്ന് രാത്രി നിന്റെ സാഹചര്യത്തോട് നീ വിളിച്ചു വരാ, ഇല്ല, വാഗ്ദത്തം നിവൃത്തിയാകും. അവൻ ഇമ്പോസിബിൾ സിറ്റുവേഷൻ ഞാൻ ഇന്ന് കാണുന്നത്, അത് പോസിബിൾ ആയി മാറും. ഇന്ന് രാത്രി നീ അത് വിളിച്ചു വരാ, ദൈവശക്തി അതിന്മേൽ ചലിക്കാൻ തുടങ്ങും. If you can declare that the promise of God upon my life will be fulfilled, you will see that reality in your life. നോക്കിയാ, ആ ഭാഗം ഇങ്ങനെ വായിക്കുന്നത്, അബ്രഹാം കൺസിഡേർഡ്. സ്തോത്രം. 20-ാം വാക്യം വായിച്ചേ. But he did not doubt or waver in unbelief, considering the promise of God, but he grew strong and empowered by faith, giving glory to God. 21-ാം വാക്യം വായിച്ചു. 21. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. ഇന്ന് രാത്രി ഇത് പറയാനാ ഞാൻ വന്നത്. അവൻ വാഗ്ദത്തം ചെയ്തത് ചെയ്യുവാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. He believed that the God who promised me this is the God that has the power to bring it to fulfillment. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാൻ ദൈവശബ്ദം ഇതാണ്, അവൻ വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനാണ്. Tonight this is what I have to say to you, that if God has promised you something in your life, He is powerful enough to fulfill it. ഇന്ന് രാത്രി അവൻ ശക്തനാണെന്ന്. He is powerful enough to fulfill ഇന്ന് രാത്രി വിശ്വാസമുള്ള ആമേൻ പറഞ്ഞു. For those of you that believe this, say നിന്നോട് പറഞ്ഞ amen. ദൂത് വലുതാണ്. സ്തോത്രം. The promise of God ഹല്ലേലൂയ. upon your life is big. നമ്മുടെ കഴിവോടെ നടക്കത്തില്ല. It will not
come to place with your efforts. പക്ഷെ അത് ചെയ്യാൻ അവൻ ശക്തനാണ്. But God is powerful enough to bring it to ഇവിടെ fulfillment. അബ്രഹാം ചെയ്തൊരു കാര്യമുണ്ട്. He started considering himself. But amen. അവൻ ഹല്ലേലൂയ ദൈവം പറഞ്ഞത് എന്താണോ അതവൻ അങ്ങ് ഏറ്റെടുത്തു. Abraham started receiving whatever God had promised him upon his life. അബ്രഹാം കാണാൻ തുടങ്ങി. Abraham started to look. ഇല്ലായ്മയല്ല അബ്രഹാം കാണുന്നത്. He is not seeing what he does not have. നക്ഷത്രങ്ങളെ പോലെ തലമുറകളെ. He is believing and seeing by faith the stars, his children that will be like the രണ്ട് stars. കാര്യം പൗലോസിന് എടുത്തു പറയും. ഒന്ന്, സ്തോത്രം ഹല്ലേലൂയ, അവൻ നീ ആരാണ്? ബഹുജാതികൾക്ക് പിതാവാ. Paul mentions two things. That one is that you will become the father of many nations. നിന്റെ തലമുറകൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ. Secondly, your children will become like the stars in the sky. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ഇത് കാണാൻ തുടങ്ങി. Abraham started to see this against hope. എപ്പോഴാ വാക്യത്തെ നിവർത്തിയാണെന്നറിയാമോ? നീ ആശയ്ക്ക് വിരുദ്ധമായി ബുദ്ധി പറയുന്നതല്ല, അവൻ ദൈവമെന്ന് പറഞ്ഞു അത് നീ ആത്മാവിൽ കാണാൻ തുടങ്ങുമ്പോൾ ആ വാക്യത്തെ നിന്റെ ജീവിതത്തിൽ ചലിക്കാൻ തുടങ്ങും. The promises of God will come to fulfillment in your life when you stop believing what you are seeing and you see by faith in the spirit what God has declared upon your life. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? Do you understand this? ഇന്ന് രാത്രി ഇത് കാണാൻ തുടങ്ങണം. And tonight you will start to see this. ഇമ്പോസിബിൾ സിറ്റുവേഷൻ എപ്പോൾ മാറുന്നറിയാമോ? പലപ്പോഴും നമുക്ക് വരുന്ന പരാജയം നമ്മളെ ഇമ്പോസിബിൾ സിറ്റുവേഷന്റെ അകത്ത്, വേദനയുടെ നിമിഷങ്ങൾക്കകത്ത് നാം നെഗറ്റീവ് പറയാൻ തുടങ്ങും. നോക്കിയേ, അബ്രഹാമിന്റെ ചരിത്രം നോക്കിയാൽ അറിയാം. അബ്രഹാമിന്റെ പേര് അബ്രഹാം എന്നാണ്. അബ്രഹാം എന്നാ. Our problem is that many times when we are in depressing situations, we start to speak negatively. Even if you look at Abraham's old name, it used to be Abraham. ഇവൻ ഇത് പറയുന്നിടത്തോളം കാലം ഈ വാക്യത്തെ നിവർത്തില്ല. For as long as he's calling himself Abraham, he will not see the fulfillment of the ദൈവം പറഞ്ഞ promise. ദൂതന് വിരുദ്ധമായിട്ട് പേര് അബ്രഹാം. His name Abraham was against the promise of God for his life. ദൈവന്റെ പേര് മാറ്റി. God changed his name. ഹല്ലേലൂയ. അബ്രഹാമായി മാറി. Abraham became Abraham. സ്വന്തം നോക്കിയേ, അവൻ പേര് മാറി അബ്രഹാം. അവൻ തന്നെ അങ്ങനെ അറിയാൻ തുടങ്ങി. ഹല്ലേലൂയ. അവനെ മറ്റുള്ളവർ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. നോക്കിയേ, അവൻ വിളിച്ചു പറഞ്ഞ വാക്കുകൾ അവനെ തന്നെ കൺസിഡർ ചെയ്തു. ഞാൻ ബഹുജാതികൾക്ക് പിതാവാണ്. ഇങ്ങനെ ഞാൻ അവസാനിക്കുകയില്ല. വാക്യത്തെ നിവൃത്തിയായിരിക്കും. As soon as Abraham's name changed and people started to know him as Abraham and he started to see himself in the light that God had promised him, that is when his situation began to change. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. I don't know if you're believing this. ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്ന ഒരു അത്ഭുതം, ഈ സീസണിൽ കാണുന്ന ഒരു അത്ഭുതം പറയാം. But I'll tell you a testimony of a move of God that I saw in my life. ഞാൻ ഇവിടെ പ്രസംഗിക്കുന്ന കാര്യം ഞാൻ അതുപോലെ പ്രാപിച്ചുകൊണ്ടിരിക്കുക. As I'm preaching this, I'm receiving it for myself. എല്ലാ ആഴ്ചയിലും ഒരു അത്ഭുതം ഞാൻ കാണുന്നുണ്ട്. Every single week I see a miracle of God in ഇതിന്റെ my റിസൾട്ട് life. എനിക്ക് കിട്ടും. ഇന്ന് പകൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇമ്പോസിബിൾ സാഹചര്യം ഏതാ? The situations in our life may be impossible, അതിനെ ആത്മാവിൽ ഇങ്ങനെ കൈകാര്യം ചെയ്യണം. but this is how you must handle it in the ഏത് spirit. കണ്ടീഷൻ ഇത് മാറുന്നറിയാമോ? ഏത് കണ്ടീഷൻ? only on certain conditions. It will only be in certain conditions that these ഏത് situations will കണ്ടീഷൻ change. തുടങ്ങിയോ? ദൈവം അബ്രഹാമിനോട് എന്തു പറഞ്ഞോ അവൻ അത് ചിന്തിക്കാൻ തുടങ്ങി. It was when Abraham started to see himself and believe himself the same way that God had saw him that his situations changed. അവനാകുമെന്നല്ല ദൈവം പറഞ്ഞത്, നീ ആണെന്നാണ്. God did not tell him that you will become. He said that you are already the father of many nations. ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചിരിക്കുക. He didn't. If God says that He will bless you, you will be blessed. എഫെസ്യർലേഖനം 1-ാം വാക്യം, ഞാൻ സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ തപ്പി നോക്കണ്ട, അങ്ങനെ തന്നെ. The book of Ephesians says that I have blessed you with every blessing in heaven. So if that is the case, you do not have to start searching for your blessings. That is already, you have already received those blessings. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്, അങ്ങനെ തന്നെയാണ്. Do you believe this? ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ. If God has said something, it will be so. അതിന് മാറ്റമില്ല. It will be no change in നാം that. അങ്ങനെ നമ്മെ തന്നെ കാണാൻ തയ്യാറാകണം. You must start to see yourself in the same way God sees you. ഓ ഹല്ലേലൂയ. ഒന്നാം എഫെസ്യർലേഖനം 1-ാം വന്ന് 20-ാം വാക്യം വായിച്ചാട്ടെ. Let's come to Ephesians chapter 1 verse 20. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച്. ഈ ശക്തി നാം റോമനാന്തി വായിച്ചത് എങ്ങനെയാണ്? സ്തോത്രം, ഹല്ലേലൂയ. Being fully convinced that God has the power to do what he promised. ദൈവം പറഞ്ഞ നിവർത്തിക്കാൻ ശക്തനാ. God is powerful enough to fulfill what He has spoken upon your life. അവന്റെ ശക്തി പര്യാപ്തമാണ്. That power is enough for you. ഇത് നാം നമ്മോട് തന്നെ പറയണം. We must tell ourselves this. എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിപ്പാൻ
അവന്റെ ശക്തി പര്യാപ്തമാണ്. That our God's power is enough for him to fulfill the promise that he has said to me. എഫെസ്യരിൽ എന്താ വായിച്ചറിയാമോ? അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. That's what the Bible says in the book of Ephesians, that in the same way it happened in Christ. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. He raised him from the dead. ഈ ശക്തിയുടെ പ്രത്യേകത നോക്കിയേ. This is the peculiarity of this power. യേശുവിനെ ക്രൂശിച്ചു. ഹല്ലേലൂയ. യോസഫിന്റെ കല്ലറയ്ക്ക് അടക്കം ചെയ്തു. They crucified Jesus and buried him in the tomb of Joseph. നോക്കിയേ, അടക്കം ചെയ്തെടുത്ത് അവിടെ വായിച്ചത് ഇങ്ങനെയാണ്. ആമേൻ, ഹല്ലേലൂയ. അടക്കം ചെയ്ത കല്ലറയ്ക്കകത്ത് ഈ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. The Bible tells us that in that same tomb that they buried him, the power of God started to move. ലോകവും പിശാചും അടച്ച് മുദ്ര വെച്ച വിഷയത്തിന്മേൽ ഈ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയെന്ന്. The world and every power of darkness started to work against this. അതാ ഈ ശക്തിയുടെ പ്രത്യേകത. That is the peculiarity of this power. അടച്ച് മുദ്ര വെച്ച് പുറത്തു വരലെന്ന് പറഞ്ഞ് അടച്ച് മുദ്ര വെച്ചതിന്മേൽ ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ യേശു കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞൊരു പദമുണ്ട്, നിങ്ങൾ ഈ മന്ദിരം ഒന്ന് പൊളിക്കുക, ഇത് 3 ദിവസം കഴിയുമ്പോൾ പുറത്തു വരും. ഹല്ലേലൂയ. അവൻ ഇത് 3 ദിവസം കഴിയും പുറത്തു വരും. ഈ വിശ്വാസത്തിന്റെ വാക്ക്, അവൻ നീ വിശ്വാസത്തിന്റെ വാക്ക് നിന്നെ തന്നെ നോക്കി, നിന്റെ സാഹചര്യത്തെ നോക്കി ഇന്ന് രാത്രി നീ ആരാധനയ്ക്കകത്തിരിക്കുമ്പോൾ നീ വിളിച്ചു പറ, ഹല്ലേലൂയ. ഈ ശക്തി യേശുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവിടെ നിന്ന് ഉയർപ്പിച്ചു. ഇന്ന് രാത്രി ആ ശക്തി ഇതിനകത്ത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയാണ്. The Bible says that the same spirit that raised Christ from the dead still works for us. So if you can declare by faith what God sees about you and what God has promised about your life, you will see the fulfillment of that. നിങ്ങൾ എന്നോട് വരുന്നുണ്ടോ? Are you with me? ഈ ശക്തി എനിക്ക് വേണ്ടി വ്യാപരിക്കുമെന്ന് ബോധ്യമുള്ള രാമൻ പറഞ്ഞു. For those of you that believe that this power is working for you, can you say amen? ഊടാമാന ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുക, ഈ വർഷം തീരുന്നതിന് മുമ്പ് ചിലരുടെ പേരുകൾ ദൈവം മാറ്റും എന്നേക്കുമായി. സ്തോത്രം. I'm seeing this by faith that God is changing some of your names before the end ഇന്ന് of this രാത്രി year. ദൈവത്തിന്റെ ആത്മാവിനകത്ത് തുറക്കുന്ന ഈ വചനത്താൽ അവൻ ഈ വർഷം തീരുന്നതിന് മുമ്പ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പേരുകൾ മാറുമെന്ന്, നിന്റെ പേര് മാറും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അവൻ, ഹല്ലേലൂയ, അവൻ നിന്റെ പേരുകൾ മാറും എന്ന് പറഞ്ഞതിന്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അവൻ, ഹല്ലേലൂയ, നാളുകളായി നീ കണ്ടുവരുന്ന അവസ്ഥകളുടെ മേൽ അവൻ ഈ ശക്തി വ്യാപരിക്കുമെന്ന് യേശുവിന്റെ നാമത്തിൽ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവശക്തി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. God is telling me that God is moving, it's changing some of your names before the end of this year. ചില തലയെ ഉയർത്താൻ പോകുകയാണ്. God will raise some of your heads. ചില കുടുംബങ്ങൾക്കകത്ത് നിന്ദകൾ മാറാൻ പോകുകയാണ്. God is changing some of the despises of യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. in the mighty name of every Jesus. limitation enemy brought against your life be broken tonight by the power of the Holy Spirit. ശത്രു നിനക്കെതിരെ വെച്ച ലിമിറ്റേഷനുകൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ഉടയ്ക്കുന്ന രാത്രിയായി മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. Glory be to God. ഇന്ന് രാത്രി വിശ്വസിച്ച് നീ പ്രാപിച്ചോളണം പോകാൻ. You must believe and receive this before you leave this place. നിന്റെ അകത്ത് വിശ്വസിക്കുന്ന കാര്യം നീ വീട്ടിൽ പോയി നിന്റെ ചുവരിൽ എഴുതി വെക്കണം. In your heart you must write what you believe in your heart on the walls of your home. എനിക്കൊരു സഹോദരിയെ എനിക്കറിയാം. I know a sister. നീണ്ട വർഷമായി തലമുറകളില്ല. For many years she had no children. നീണ്ട വർഷങ്ങളായി. It had been many years. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഇനി ലഭ്യമാകാൻ സാധ്യതയില്ലെന്ന് എല്ലാ വൈദ്യന്മാരും എല്ലാവരും പറയുന്നൊരു സമയമായി. The doctors in the medical field had told her that she would not have children, as she hadn't had children for many years after her marriage. പക്ഷേ ആ സ്ത്രീ ആ സഹോദരി തന്റെ വീടിന്റെ ചുവരുകൾക്കകത്തെല്ലാം വിശ്വാസത്തിന്റെ വാക്ക് എഴുതി വെച്ചിരിക്കുന്നു. But there is something that sister did. She wrote the promises of God upon her life on the walls of her home. ബൈബിളിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വിശ്വാസത്തിന്റെ വചനത്തെ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന എല്ലാം എഴുതി പേപ്പർ എഴുതി ചുവരിൽ എഴുതി വെച്ചിരിക്കുന്നു. She wrote every word from she wrote every scripture from the word that had a scripture of faith. She wrote each and every one on the walls of her home. സംഭവിച്ച അത്ഭുതം ഇതാണ്. അവൾ എന്ത് വിശ്വസിച്ചു പറഞ്ഞോ, എന്ത് ചുവരിൽ എഴുതി വെച്ചോ, ദൈവത്തിന്റെ ആത്മാവ് അതിനെ ചലിച്ചെന്ന്. And the miracle that happened is this, that whatever she believed and whatever she wrote on her home, that was what was fulfilled in her life. ആരെല്ലാം നടക്കത്തില്ലെന്ന്
പറഞ്ഞാലും സ്തോത്രം ഹല്ലേലൂയ, നിന്റെ ഉറപ്പ് വചനമാണെങ്കിൽ ആ വചനം അത് റിസൾട്ടുകൾ കൊണ്ടുവന്നിരിക്കുമെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക. ശക്തി നിനക്ക് വേണ്ടി ചലിക്കും. ഇത് അബ്രഹാമിന് വേണ്ടി മാത്രം ചലിക്കുന്നല്ല, ഇത് നിനക്ക് വേണ്ടി നിന്റെ സാഹചര്യത്തിൽ ചലിക്കുന്ന ശക്തിയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഹല്ലേലൂയ, പറഞ്ഞ വാക്കുകൾ നിവർത്തിപ്പാൻ അവൻ ശക്തനെ ഉറച്ചിരിക്കുന്നു. അവൻ ഉറച്ചു. അവൻ ആ വാക്കത്തങ്ങ് ദൈവത്തിന് വേണ്ടി നിവർത്തിച്ചു. This word is not just for Abraham, but this is also for you if you can believe what the word of God says about your life. 2 കൊരിന്ത്യർ ലേഖനം ഹല്ലേലൂയ 3-ാം അധ്യായത്തിലേക്ക് വന്നാൽ, Can we come to 2 Corinthians chapter 3? 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 2 Corinthians chapter 3 4-5 വാക്യങ്ങൾ വായിച്ചേ. verse ഈ 4, വിധം 5 and ഉറപ്പ് 6. ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്. ആ ഞങ്ങളിൽ തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം. എന്റെ ബൈബിളിൽ എഴുതിയിരിക്കുന്നതാണ്, such is the confidence and steadfast reliance and absolute trust that we have through Christ towards God. Not that we are sufficiently qualified in ourselves to claim anything as coming from us, but our sufficiency and qualifications comes from God. അടുത്ത പദം ശ്രദ്ധിച്ചോണേ. He has qualified us. He has qualified us. നമ്മുടെ കഴിവ് നിൽക്കാൻ സമ്മതിക്കരുത്. പുതിയ നിയമത്തിനകത്ത് ക്രിസ്തീയത നമ്മുടെ കഴിവ് ജീവിക്കുന്നല്ല. In the New Testament, the Christian life that the New Testament talks about is not something that we live in our own efforts. അവന്റെ കഴിവ് ജീവിക്കുന്നു. It is within the effort of God. അങ്ങനെ ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. That is how this power moved in the life of നമ്മെ Christ. ദൈവം അവനിലാക്കി വെച്ചിരിക്കുക. God has made us in Christ. നോക്കിയേ, ക്രിസ്തുവിന്റെ പങ്കാളി, we are the partakers of Christ. അവനിൽ ഈ ശക്തി വ്യാപരിച്ചു, നിന്നിലും ഇത് വ്യാപരിക്കും. This power worked in his life, and in the same way it will also work in your life. ഒരാമേൻ പറഞ്ഞേ. Can we say amen? ആ കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം വീട്ടിൽ പോയി ധ്യാനിക്കണം. താഴെടുന്ന് വായിച്ച് അതിന്റെ സ്തോത്രം 14-ാം വാക്യം വായിച്ചേ. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. വായിച്ചേ. മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും മൂടുപടം എന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. അടുത്ത പദം, കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. വായിച്ച അതിന്റെ അവസാന വാക്യം വായിച്ചാണ്. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരാണ്. നോക്കിയ മൂടുപടം നീങ്ങിയ മുഖത്ത് നോക്കി നിങ്ങളെ ഭാഗം വീട്ടിൽ പോയി ധ്യാനിച്ചോണം. അവൻ പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നിൽക്കുന്നു. സ്തോത്രം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, ആ മൂടുപടം നീങ്ങിപ്പോകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇനി എന്റെ അവസാന ഭാഗം വായിച്ചേ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ, ഇത് ഭയങ്കരമായിട്ട് വിശദീകരിക്കേണ്ട ഭാഗമാണ്. എന്നാൽ കർത്താവിലേക്ക് വരുമ്പോൾ, when you come into Christ, കർത്താവ് ആത്മാവാകുന്നു. The Lord is a spirit. കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. മറക്കല്ലേ, ഈ ശക്തി അവനിൽ വ്യാപരിച്ചു. You must not forget that this power was also at work in Christ. നിങ്ങൾ എന്നെ കൂടെ വരുന്നുണ്ടോ? ഈ ശക്തി യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തി. This is the power of him that raised Christ from the dead. കൊരിന്ത്യർ പൗലോസ് പറയുകയാണ്, നാം പഴയ നിയമം വായിക്കുമ്പോൾ ഈ മൂടുപടം നിൽക്കുക. When you read the Old Testament, the veil is still there. എന്നാൽ കർത്താവിലേക്ക് വരുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുക. But when you come to Christ, this veil is being removed. മൂടുപടം നീങ്ങിപ്പോയി കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി. But as this veil is removed, you are seeing yourself like the glory of the Lord, and you are changed in the same image from glory to glory, even as by the same Spirit of the Lord. അതേ പ്രതിമയായി രൂപാന്തരപ്പെടുക. You are moved into the same image of the Lord. ഞാൻ എപ്പോഴും പറയാറുണ്ട്,
I always say this, എന്തിനാ അത് നമ്മെ വിളിച്ചെന്നറിയാമോ? To walk like him, that God has called us for us to walk like Jesus act did, like him, to act like him. to speak like him. Amen. യേശു കർത്താവിന്റെ ലൈഫ് നോക്കിയാൽ അറിയാം, ഒരു ഇമ്പോസിബിലിറ്റിയും കർത്താവ് കണ്ടിട്ടില്ല. If you look at the life of Christ, he saw no impossibilities. He saw possibilities everywhere. He saw possibilities everywhere. അടഞ്ഞൊരു വാതിൽ കണ്ടിട്ടില്ല. He had not seen a closed door. ഒരു ഇമ്പോസിബിലിറ്റി കർത്താവിന്റെ ജീവിതത്തിന് മുമ്പിൽ നിന്നിട്ടില്ല. In Jesus' life, there were no closed doors or impossibilities. ഈ ശക്തി അവനിൽ വ്യാപരിച്ചു. This power worked in him. നമ്മെ തിരഞ്ഞെടുത്തറിയാമോ? God, do you know why God has chosen us? അതേ പ്രതിമയായി തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടാൻ, For us to be changed into the same image from glory to glory, even as by the Spirit of the Lord. റോമലേഖനം 8-ാം അധ്യായം Romans chapter 8. അതിന്റെ 29-ാം വാക്യം വായിച്ചേ. റോമലേഖനം 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ ആ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് ആ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ആ മുൻ നിയമിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടോണേ മോനെ, ഇത് 8-ാം അധ്യായം. ആ അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടത് തന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. എന്തിനു വേണ്ടിയാ? അവന്റെ സ്വരൂപത്തോട്. He did this so that we must be conformed to the image of his son. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ശക്തി അവനിൽ വ്യാപരിച്ചു. What I'm saying is that this power was at work in him. ഇംപോസിബിലിറ്റികളൊന്നും കർത്താവ് കണ്ടില്ല. Jesus saw no impossibilities. നമ്മെ തിരഞ്ഞെടുത്തത് ഈ അതേ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ദൈവം നിയമിച്ചു. And God has chosen us for us to conform to this same image of his son. അതേ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു. For us to be, he predestinated us for us to be conformed to the image of his son. നമുക്ക് ഇന്ന് ഇത് മനസ്സിലായിട്ടില്ല. We have not yet understood this. അബ്രഹാം 100-ാം വയസ്സിൽ ഒരു കാര്യം മനസ്സിലായി, ഞാൻ ബഹുജാതികൾക്ക് പിതാവാ. Abraham at the age of 100 he realized that he will become the father of many nations. ഇവിടെ കർത്താവ് പറയാ, നിന്നെ ഞാൻ മുൻ നിയമിച്ചത് ഇതിനു വേണ്ടിയാ. Today here God is saying to them that he has predestinated us for this reason. അതേ പ്രതിമയായി രൂപാന്തരപ്പെടാൻ, for them to be conformed to the same image of his son. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാണ്. രാത്രി തന്റെ ഇടമുണ്ടെ പറ. If you have confidence, say this to yourself, that if God can be for us, who can be against us? എന്നാ പ്രതികൂലം എൻ്റെ മുമ്പിൽ നിന്നാലും ഹല്ലേലൂയ, ഞാൻ ഭയപ്പെടാൻ എനിക്ക് കാര്യമില്ല. ദൈവം എനിക്ക് അനുകൂലം. No matter how bad the situation before me might be, I would never be afraid, because if God can be for me, who can be against me? ആരെല്ലാം എതിർത്തൊന്ന് വരട്ടെ, ആരെല്ലാം പ്രതികൂലമായിക്കൊള്ളട്ടെ, പക്ഷെ ദൈവം ഈ തന്റെ ഇടമകത്തുണ്ടായിരിക്കണം. No matter who might stand against me, if God is for me, you must have this confidence. ഇന്ന് രാത്രി വചനം ഒന്ന് വിളിച്ചു പറഞ്ഞേ, സ്തോത്രം. ഇത് സംബന്ധിച്ച് ഞാൻ എന്തു പറയണ്ടു? ദൈവം എനിക്ക് അനുകൂലമാണ്, പ്രതികൂലമായി എനിക്കൊന്നുമില്ല. നീ നോക്കിയ ദൈവം നിനക്ക് അനുകൂലമാണെന്ന് അകത്തൊരു ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് നീ അഭിമുഖീകരിക്കുന്നത് ഏത് പ്രതികൂലമാണോ അത് പ്രതികൂലമല്ലാതായി മാറും. ആ വെരി സെക്കൻഡിൽ അത് പ്രതികൂലമല്ലാതായി മാറും. അവൻ കാരണം ദൈവം നിനക്ക് അനുകൂലമാണ്. If you can believe that if God is for you, then nobody can be against you, then every situation in your life will come to nothing. അടുത്ത വാക്യം വായിച്ചേ പെട്ടെന്ന്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതെ ഇരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. മതി, സ്റ്റോപ്പ്. ഞാൻ വാക്കുകൾ ചുരുക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഭാഗം മനസ്സിലായോ? Do you understand this? Abraham started seeing himself what God said. അപ്പോൾ ദൈവശക്തി അടിക്കാൻ തുടങ്ങി. That is when the power of God started to move. അബ്രഹാം അതിനകത്ത് സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങി. Abraham started to take steps in faith. എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം എൻ്റെ ബുദ്ധി കൊണ്ട് നോക്കിയാൽ ഇമ്പോസിബിൾ ആണ്. If I look at every promise of God upon my life, if I calculate it with my mind, it is impossible. ഞാനത് ബുദ്ധി മാറ്റി വെച്ചിട്ട് ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ ആത്മാവിൽ കാണാൻ തുടങ്ങണം. But I put my mind aside and start seeing in the spirit what God has said to me. അപ്പോൾ ദൈവശക്തി അടിക്കാൻ തുടങ്ങും. And that is when the power of God will move in your life. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. That is when the power of God moves in your life. നോക്കിയേ, ഈ എരിഹോവിന്റെ വന്മതിലൊന്ന് പരിശോധിച്ചാൽ അറിയാം, സ്തോത്രം, ഹല്ലേലൂയ, ഒരു മനുഷ്യനെ കൊണ്ടും അത് പൊളിക്കാൻ കഴിയത്തില്ല. If you study the walls of Jericho, you will see that no man can
break down those walls. അത്ര ശക്തമായി അടച്ചുറപ്പാക്കിയേക്കുക. That is how well established those walls were. പക്ഷെ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. But history says like this. ദൈവം പറഞ്ഞത് ഭോഷന്മാരെ പോലെ വിശ്വസിച്ച് ഈ എരിഹോവിന്റെ വൻമതിലിന് ചുറ്റും ദൈവത്തിന്റെ ജനം നടക്കാൻ തുടങ്ങി. Like foolish people, the people of God started to obey the word of God and they started to march around the walls of this Jericho. ഏഴാം ദിവസം വെറുതെ നടന്നതല്ല. സ്തോത്രം. ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ വിശ്വാസത്തോടെ നടക്ക്. ഏഴാം ദിവസം 7 ദിവസം നടന്നത് വായിക്കുന്നത് ഇങ്ങനെയാണ്. വൻമതിൽ പൊളിഞ്ഞു വീണെന്നല്ല വായിക്കുന്നത്, അത് ഭൂമി താഴോട്ട് അങ്ങ് ഇരുത്തിപ്പോയി. The Bible tells us that they were told to march around the walls for 7 days, and the Bible tells us that the walls did not just fall, that they were completely brought to destruction. നിന്റെ മുൻപിൽ എത്ര ശത്രുവാതിലുകളെ അടച്ചുറപ്പാക്കിയാൽ ഇന്ന് രാത്രി ദൂത് പറയാം, എന്തെല്ലാം ഇമ്പോസിബിൾ സിറ്റുവേഷൻ ആണോ നീ കാണുന്നത്, അത് നിന്റെ മുമ്പിൽ അപ്രത്യക്ഷമായി മാറും. No matter how impossible your situation is, that will become possible for you. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ എഴുന്നേറ്റ് നിന്നാ Can we stand up in the presence of the Lord? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. എന്തെല്ലാം ആമേൻ ഹല്ലേലൂയ ശക്തമായി ശത്രുവിടെ അടച്ചുറപ്പാക്കിയതായിരിക്കാം, നിനക്ക് ചുറ്റും മതിൽ കെട്ടിയതായിരിക്കാം. ഇന്ന് രാത്രി ദൂത് പറയുകയാണ്, ഇറ്റ് വിൽ സിങ്ക് ഡൗൺ ബിഫോർ യു. നിന്റെ മുൻപിൽ അത് അപ്രത്യക്ഷമായി പോകും. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ഭൂമി വായു വിളർന്ന ചിലത് വിഴുങ്ങിക്കളയുമെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമൻ. നിന്റെ മുമ്പിൽ ഇമ്പോസിബിൾ ആയി നിൽക്കുന്നത് ഇന്ന് ആമൻ അത് പോസിബിൾ ആയി മാറും. ഇന്ന് രാത്രി ദൂത് മനസ്സിലായവർ അന്യഭാഷകളിൽ ഒരു നിമിഷം ദൈവത്തോടൊന്ന് സംസാരിച്ചാട്ട്. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇൻ ഹോപ്പ് against hope, Abraham started believing, hallelujah, what God has promised him. ആമേൻ. ദൈവം പറഞ്ഞ പദവിതാണ്, നീ ബഹുജാതികൾക്ക് പിതാവാകുഞ്ഞേ. അബ്രഹാം അത് കാണാൻ തുടങ്ങി. ഹല്ലേലൂയ. നിന്റെ തലമുറ ഇതുപോലായിരിക്കും. അബ്രഹാം അത് കാണാൻ തുടങ്ങി. ഹല്ലേലൂയ. സാധ്യതയില്ലെങ്കിലും അബ്രഹാം അത് വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. Even though there was no possibility for that, Abraham believed that and God counted that as faith. കണ്ടീഷൻ ഇതാ, നീ വിശ്വസിച്ചാൽ മതി. That is a condition that you must believe. രാത്രി കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. Can we close our eyes as we pray? ഒരു നിമിഷം ആത്മാവിലും ദൈവത്തോട് സംസാരിച്ച് Can you speak to the Lord in the ഈ Spirit? അടുത്തൊരു മിനിറ്റ് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇമ്പോസിബിൾ സിറ്റുവേഷൻ ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവകരത്തിലേക്ക് ഇന്ന് രാത്രി കൈമാറിക്കാട്ടെ. Can you hand ഹല്ലേലൂയ. over every impossible situation to the Lord? ലോകം പറയും നടക്കത്തില്ലെന്ന്. The world would tell you that it is impossible. ബന്ധുക്കൾ പറയും നടക്കത്തില്ലെന്ന്. Your relatives would tell you it is impossible. സാഹചര്യം പറയും നടക്കത്തില്ലെന്ന്. Your circumstance would tell you it is impossible. ഡോക്ടർമാർ പറയും നടക്കത്തില്ലെന്ന്. The doctors would tell you it is impossible. കർത്താവ് ഇന്ന് രാത്രി അതിനെ ശബ്ദം പറയാനുണ്ട്. ആരെല്ലാം നടക്കത്തില്ലെന്ന് പറഞ്ഞാലും അത് നടക്കും. പറഞ്ഞത് ദൈവമാണെങ്കിൽ ഹല്ലേലൂയ അത് നിവൃത്തിയായിരിക്കും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. But God has a voice to tell you that if it was God that declared it to you, then that would surely come to ഇന്ന് pass. രാത്രി ആദര തുറന്നു പറഞ്ഞ എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, Can you confess to yourself that the speciality of my അവൻ God, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. He brings dead things to life. ഹല്ലേലൂയ. ഇല്ലാത്തവൻ ഉള്ളതിനെ പോലെ വിളിച്ചു ദൈവമാണ്. He calls those things which be not as though they were. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? നിന്റെ മുമ്പിൽ ഇല്ല, പക്ഷേ അവൻ വിളിച്ചു വരുത്തി തരുമത്. Can you believe tonight that whatever things you do not have in your life, God will call those things into your life? നാളെ ഈ നേരത്തെ ശമരിയുടെ പടിവാതിൽക്ക് ഒരു സയ ഗോതമ്പും 2 സയ യവവും വിൽക്കുമെന്ന് ദൈവം പറഞ്ഞാൽ അത് ബുദ്ധി കൊണ്ട് അളക്കാൻ നിൽക്കണ്ട. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ അത് സ്വീകരിക്കാൻ തയ്യാറായി നിന്നാ മതി. ദൈവം പറഞ്ഞ വാക്കത്ത് നിവൃത്തിയായിരിക്കും. What if you can believe what God has said about your life, and instead of calculating it with your mind, if you can believe it by faith, God will count that as hope. ഒരു പോസിബിലിറ്റി ഇല്ലെങ്കിലും പറഞ്ഞ വാക്തത്വം നിവൃത്തിയായി. Even if there is no possibility, that promise will be fulfilled. കാരണം ഇത് കൃപയാൽ ലഭിക്കുന്നതാണ്. Because this is something we receive by grace. പ്രാർത്ഥിച്ചാട്ടെ. Can we pray? എല്ലാവരും പ്രാർത്ഥിച്ചേ രാത്രി. Can we pray? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ